ഇപ്പം നമ്മൾ കാണുന്ന ഈ കാഴ്ച ഏതാണെന്ന് അറിയോ? വാഗമണിലെ പൈൻവാലിയും ആ പ്രദേശമൊക്കെയാണ്. നമ്മൾ ഉപ്പുതറ വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴല്ലോ ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ കാണും. ഇനി അടുത്തെങ്ങും വാഗമണിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യില്ലെന്നില്ലെന്ന് വിചാരിച്ചാൽ പോലുണ്ടല്ലോ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അറിയാതെ നമ്മൾ പിന്നെയും ഈ വീഡിയോ ഒക്കെ എടുത്തു കൂട്ടോ. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ രാവിലെ കാണുന്നത്. ആ നീലാകാശവും പച്ച മൊട്ടക്കുന്നും അതുപോലെ ഈ താഴ്വാരങ്ങളും. കൊച്ചുകരിന്തിരി ഇന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് നമ്മളെ കാണുന്നത്. ഇത് വടാട്ടുപാറ വ്യൂ പോയിന്റ് ആണേ. അതിലെല്ലാം റോഡെല്ലാം വെട്ടി റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ആ മലയുടെ മുകളിൽ നല്ലൊരു വ്യൂ പോയിന്റ്. അപ്പുറത്തോട്ട് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ. പിന്നെ ഈ പൈൻ വാലിയുടെ കാഴ്ചകളും. ഒരുപാട് റിസോർട്ടുകൾ ആ താഴ്വാരത്തിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ഉപ്പുതറയിൽ ഇങ്ങോട്ട് വരുന്ന വഴി കേട്ടോ, വാഗമണിലേക്ക്. അതുപോലെ നമുക്ക് ഇവിടെയുണ്ട് ഒത്തിരി നല്ല കാഴ്ചകൾ. ഈ തേയിലത്തോട്ടങ്ങളും കാറ്റാടി മരങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഹോം സ്റ്റേ ഒക്കെയാണ് കാണുന്നത്. റോഡ് കിടക്കുന്നുണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ മനോഹരമായ ഒരു കാഴ്ച കാണാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു തേയിലത്തോട്ടവും മുകളിലൊരു ബംഗ്ലാവും അങ്ങോട്ടുള്ളൊരു ഗേറ്റും കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ത് ഭംഗി ഇത് കാണാൻ നോക്കി. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കയറി ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ഗേറ്റെല്ലാം പൂട്ടിയിട്ടിരിക്കുക. ഇത് ഹോം സ്റ്റേ ആണോ അതോ ഇവിടുത്തെ ഒരു ബംഗ്ലാവാണോ ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടേ. അതാ മരങ്ങൾക്കിടയിൽ കൂടെ പൈൻവാലിയൊക്കെ കാണുന്നത്. ഇവിടെ ഈ നിരനിരയായിട്ട് വെച്ചിരിക്കുന്ന തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട ആ ഒരു മുട്ടക്കുന്നും ബംഗ്ലാവും ഒക്കെ ദൂരെ നമുക്ക് കാണാം. ഇവിടങ്ങളിലൊക്കെ കുറേ റിസോർട്ടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു താഴ്വാരക്കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് നോക്കി, അത് റിസോർട്ടുകൾ പണിത് കൊടുക്കുകയോ കെട്ടിടങ്ങൾ പണിത് കൊടുക്കുകയോ എന്തൊക്കെയോ പരിപാടികളാണ്. അങ്ങോട്ട് കിടക്കുന്ന ഒരു ഗേറ്റൊക്കെ കണ്ടോ. അതുപോലെ ഈ റോഡിൻ്റെ ഭംഗി അപാരമാണ് കേട്ടോ. ഇങ്ങ് മേളിലോട്ടുമുണ്ട് കുറേ കോട്ടേജുകളൊക്കെ, ഉൾക്കുഴിൽ പോലെയും ഒക്കെ ആയിട്ട്. ഇതിന് മേളിലൊരു നല്ല മനോഹരമായൊരു തേയിലത്തോട്ടമാണ്. അങ്ങോട്ട് കടക്കാൻ വേണ്ടി അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. ആ മലയിടുക്കിലൊരു വെള്ളച്ചാട്ടം കണ്ടോ, അതാണ് പാലൊഴുകുംപാറ വാട്ടർഫാൾസ് കേട്ടോ. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. നമ്മൾ നേരത്തെയൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ ഒന്നും അല്ല, അവിടെയൊക്കെ പോയി എത്രയോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കാലാവസ്ഥ നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത്ര മനോഹരമായൊരു കാഴ്ച അങ്ങോട്ടൊക്കെ കാണുന്നത് നോക്കി. ആ ആകാശത്തിൻ്റെ വെള്ളയും നീലയും കളറും പച്ചപ്പും. ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് മനോഹരമായൊരു ചെറിയ തേയിലത്തോട്ടം. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടേ. അപ്പോൾ ഈ ഹോം സ്റ്റേയിലോട്ട് പോകുന്ന വഴിയായിരിക്കും ഇത്. എന്ത് കുത്തിറക്കമാണെന്ന് നോക്കി താഴോട്ടുള്ളൂ. അതിനോടുകൂടി ദൂരോട്ട് നോക്കി അവിടുത്തെ ഒരു കാഴ്ചകളുണ്ടോ, ആ മലകളും. അതിനിടയ്ക്ക് അവിടെ ഒരു റിസോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, പണി തീർന്ന് വരുന്നേ ഉള്ളൂ. ഒരു പ്ലെയിൻ മോളിൽ കൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. മുകളിലൊരു തേയിലത്തോട്ടവും പിന്നെ കുറേയധികം പഴക്കമുള്ള പൈൻമരവും. പൈനല്ല കേട്ടോ, വേറെ ഏതൊരു മരം, യൂക്കാലിപ്സ് ആണ്, അതുമല്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പൈൻ്റെ ചെറിയ മരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊരു റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നൊരു വഴിയാണ്. മുകളിൽ കൂടെ ഉണ്ട് കേട്ടോ ആ വഴി. ഈ കാണുന്ന വഴിയല്ല, ഇത് നമ്മുടെ മെയിൻ റോഡാണ്. അതിൻ്റെ അപ്പുറയാണ് കേട്ടോ ആ റിസോർട്ടുള്ളത്. അതാണ് ആ റിസോർട്ടിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഇത് വളരെ മനോഹരമാണ് കാണാനായിട്ട്. കുറച്ച് ഇല്ലിയൊക്കെ കാണാം, മഞ്ഞ ഇല്ലിയൊക്കെ. അതിനിടയ്ക്ക് കൂടെ ഒരു ഗേറ്റ് കാണാം കണ്ടോ. അതിലെയാണ് ആ റിസോർട്ടിലേക്ക്. അവിടെ ഒന്നും രണ്ട് റിസോർട്ടല്ല, ഒരുപാട് കോട്ടേജുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയും കാണാമല്ലോ അല്ലേ. നമ്മൾ ഉപ്പുതറയിൽ നിന്ന് കയറി വരുന്ന വഴിയാണേ. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഒരു ഇതിൻ്റെ ഉള്ളിലൊരു
സമ്മർ സാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ താഴെ കണ്ടില്ലേ ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ. അപ്പം അതിൻ്റെ ഒരു മെയിൻ ഗേറ്റ് ഇതാണ്. ഇപ്പോഴാ ഗേറ്റ് തുറന്നിട്ടൊന്നുമില്ല. ഇനിയാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള കാഴ്ചകൾ കിട്ടുന്നത് കേട്ടോ. ഇത് കേട്ടോ, മുന്നോട്ടുള്ള വഴിയുണ്ടോ, നമ്മുടെ വാഗമണിലെ മൊട്ടക്കുന്നുകളുടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. എത്ര മനോഹരമായ ഒരു കാഴ്ച നോക്കി. പച്ചയും നീലയും വെള്ളയും കറുത്ത ടാറിട്ട റോഡും ഒക്കെ കൂടെ നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള കാഴ്ചയാണ്. നമ്മളങ്ങനെ വീണ്ടും വാഗമണിലേക്കാണേ. ഇപ്പോഴിവിടെ വന്നപ്പോൾ നല്ല അടിപൊളി പച്ച മൊട്ടക്കുന്നുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സത്യം പറഞ്ഞാൽ അടുത്തൊന്നും വന്ന് വാഗമണിലൊരു വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. എന്നാൽ ഒരു ചെറിയ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. മൊത്തത്തിൽ പച്ചപ്പാണ്, നല്ല നീലാകാശം, അതുപോലെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ. അതൊന്ന് കണ്ടുവരാം. നമ്മൾ ഉപ്പുറയിൽ വാഗമണിലേക്ക് വരുന്ന റോഡ് തന്നെയാണ് ഇത് കേട്ടോ. അതിൻ്റെ ഒരു മനോഹര കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഈ റോഡ് പോകുന്നുണ്ടോ, ആ പച്ചപ്പിൻ്റെ ഇടയ്ക്കൂടെ എന്ത് ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് നോക്കിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടൊരു വഴി നമ്മൾ കണ്ടു കേട്ടോ. ഇവിടെ കുറേ റിസോർട്ടുകളുടെ ഒക്കെ പേര് എഴുതി വെച്ചു, ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്. പിന്നെ തൊട്ടപ്പുറത്ത് സർക്കാരിൻ്റെ ഒരു തീറ്റപ്പുല്ല് മൈതാനം. അങ്ങനെ കുറേ നല്ല കാഴ്ചകളുണ്ട്. ഈ ഗേറ്റിന് ഉള്ളിലുണ്ടല്ലോ ഫുള്ള് പുല്ലാണ് കേട്ടോ. വേനൽക്കാലത്ത് ഇവിടുത്തെ ഫാമിലുള്ള പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പുല്ല് ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു വാസറൊക്കെ ഉണ്ടാകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ കാണുന്നില്ല. ഈ ഗേറ്റ് അടച്ച് പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിലവിലാരും ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന വഴി ഇങ്ങനെ ഒരു ഓഫ് റോഡ് പോലത്തെ റോഡാണ് കേട്ടോ. ഒരിക്കലും ഇത് നല്ല രീതിയിൽ ടാറിങ് ഒക്കെ ചെയ്തൊരു വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതത്ര മനോഹരമല്ല. അപ്പം നമുക്കിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒത്തിരി നല്ല പ്രകൃതി കാഴ്ചകൾ കാണാൻ സാധിക്കും. പ്രകൃതിയുടെ അത്ര സൗന്ദര്യം ആർക്കും ഇല്ലല്ലോ അല്ലേ. അവിടെ ഒരു ഷെഡൊക്കെ കണ്ടോ. നേരത്തെ അതൊരു പന്നി ഫാമൊക്കെ ആയിരുന്നു കേട്ടോ. സർക്കാർ വകയാണ് അതെല്ലാം. ഈ കാണുന്നതെല്ലാം സർക്കാർ വക ഫാമുകളാണ്. അങ്ങ് താഴെയും ഫാമൊക്കെ കാണാം കണ്ടോ. അവിടെ ഒരു ഫാം. പിന്നെ ഇങ്ങോട്ടുള്ള ആ മൊട്ടക്കുന്നുകളുടെ ഒരു കാഴ്ച ഉണ്ടോ. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഈ റോഡ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന ആ ഒരു ഓഫ് റോഡ് കേട്ടോ. ഇതിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടോ. ഇവിടുന്ന് നമുക്ക് രണ്ട് സൈഡിൽ ഈ പുൽമേടിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുമേ. നമുക്ക് നോക്കാം. മൂന്നാറൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴേ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലും അപ്പുറം ഇപ്പുറയായിട്ടുള്ള കുറേ പുൽമേടിൻ്റെ കാഴ്ചയില്ലേ, അതുപോലുള്ളൊരു മനോഹരമായ കാഴ്ച. അതുകൊണ്ടോ അക്കരെ കാണുന്നത് നമ്മുടെ വളവോട് റോഡാണ്. അല്ല സോറി, വളവോടല്ല, ഉപ്പുറ വാഗമൺ റോഡാണ്. ഇവിടെ നിന്ന് അങ്ങ് മുകളിലോട്ട് നോക്കി എന്ത് പച്ചപ്പുല്ലാന്ന് നോക്കി. പക്ഷെ ഇപ്പം പച്ചപ്പുല്ലിന് ആവശ്യമില്ല. വേനൽക്കാലത്തൊക്കെയാണ് ഇത് ഈ ഫാമിലേക്ക് ഇത് ഇവിടുന്ന് ചെത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം അത്ര ഭയങ്കരമായിട്ട് ഇതിന് ആവശ്യം വരുന്നില്ല. അവിടെ അടുത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ പുല്ലുണ്ട്. ഈ ഒരു വഴിയെ തന്നെ നമ്മൾ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ടേ. മുന്നോട്ട് പോകുന്ന ഈ വഴി അങ്ങനെ തീരത്തില്ല. കുറേ അധികം ദൂരോട്ട് ഈ വഴി ഉണ്ട്. പക്ഷെ നമ്മളൊരു കുറച്ച് ദൂരം വരെ പോകുന്നുള്ളൂ. ഇവിടെയൊക്കെ ഒരു കാലത്ത് അതിഭയങ്കരമായിട്ട് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഒത്തിരി താമസക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നേ. ഇപ്പോൾ എന്താണ് ഇവിടെ അങ്ങോട്ട് ഒത്തിരി താമസക്കാരില്ല. അതേസമയം കുറേ ഹോം സ്റ്റേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ളൊരു വഴിയാണ് ഇത്. പക്ഷേ ഈ വഴി ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ പെടാത്തതാണോ ഇനി റിസോർട്ടുകാരെല്ലാം കൂടെ പണിയാനിട്ടിരിക്കുന്നതാണോ എന്നൊന്നും. ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മൗണ്ട് ടാൾസ് 1 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് പോലെ തോന്നുന്നുണ്ടേ. ഒന്ന് കയറി ഒന്ന് നോക്കാം. ആ കൊള്ളാലോ. ഇവിടുത്തെ ഒരു കാഴ്ചകൾ. അക്കരെ റിസോർട്ടുകളൊക്കെ പണിയുന്ന കാണാം. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഒരു ചെക്ക് ഡാം ഉണ്ടോ അവിടെ അതിൻ്റെ ഇടയ്ക്ക്. ആ
ഈ ചെക്ക് ഡാം നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. ഇവിടെ ഒരു ചെറിയൊരു തോടിങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിന് ഇവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവിടെ ഏതാ സർക്കാരിൻ്റെ ഒരു ഫാം ഹൗസ് അല്ല, ഈ മൃഗങ്ങളെ വളർത്തുന്ന ഒരു ഇതാണ് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ ഒന്നിനും വളർത്തുന്നില്ല എന്ന് തോന്നുന്നു. നേരത്തെ കന്നുകാലിയും പന്നിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോഴാ മൊട്ടക്കുന്നേ മാത്രമേ വെയിലുള്ളൂ കേട്ടോ. നമ്മൾ കടന്നു വന്ന വഴിയാണിത്. ഭയങ്കര മോശമാണ് കേട്ടോ ഇവിടെ റോഡ്. കുറേ ഭാഗം അങ്ങ് ദൂരെ കാണാമോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ വഴിയൊക്കെ, ആ മൊട്ടക്കുന്നിൻ്റെ ഇടയ്ക്ക് കൂടെ. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് തന്നെ മുന്നോട്ട് പോകാം അല്ലേ. കാലാവസ്ഥ മൊത്തം ഒന്ന് ചേഞ്ച് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. രാവിലെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് അവിടെ വാഗമൺ ഭാഗത്തൊക്കെ മഞ്ഞിറങ്ങി തുടങ്ങി കേട്ടോ. ഇതാണ് നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട ആ ഫാം ഹൗസ് കേട്ടോ. ഇതിൻ്റെ ഇടത്ത സൈഡ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ കാണാം. ആ മലനിരകളുടെ ഒക്കെ ഒരു കാഴ്ച ഉണ്ടോ, നല്ല ചെരുവായിട്ട് പച്ച മൊട്ടക്കുന്നുകൾ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നൊരു എന്ത് ഭംഗിയുള്ളൊരു കാഴ്ച നോക്കി. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് താമസിക്കുകയാണെങ്കിൽ രാവിലെ സമയത്ത് ഒക്കെ നമുക്ക് ഇവിടുന്ന് നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ തേയിലക്കൃഷി നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, ഈ മൊട്ടക്കുന്നെ കൂടെ. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടോ, അവിടെ എല്ലാം മഞ്ഞിറങ്ങി വരുന്നുണ്ടോ. വാഗമണിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റിനപ്പുറത്ത് മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. അതൊന്ന് കാണാം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ തേയിലച്ചെടികളുടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നോക്കിയാൽ നമ്മൾ അപ്പുറത്ത് വേണ്ടി ആ മലഞ്ചെരുവാണത്. ഇവിടെയൊക്കെ രാവിലെ ആയിരിക്കണം നല്ല മഞ്ഞ് കൂട്ടിയുള്ള ആ ഒരു കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ട് ഉണ്ടാവുക. ഇവിടുത്തെ റോഡാണ് ഞാൻ പിന്നെയും പറഞ്ഞത്, റോഡാണ് കേട്ടോ. വളരെ മോശമായിട്ടുള്ള റോഡാണ്. ഈ റോഡ് എന്താണോ നന്നാക്കാത്തത്. ഇതാ ഇവിടെ മേളിലും തേയിലത്തോട്ടം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടതാ ഈ വഴിക്കാണ്. ഇവിടെ ഈ വഴി സൈഡിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മിക്കവാറും ഹോം സ്റ്റേ ഒക്കെ ആയിരിക്കും. താഴെ ഒരു 1-2 കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്, പഴയ കെട്ടിടങ്ങൾ. അതെന്താണെന്ന് അറിയത്തില്ല, വീടാണോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. ഇവിടെയൊക്കെ കേട്ടോ ടാറിങ്ങിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാം സോളിംഗ് ആണ്. ഈ വഴിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കണ്ടോ പൈൻമരം നിൽക്കുന്നുണ്ടോ, അതിൻ്റെ കീഴാണ് ഈ വീട് കേട്ടോ. അപ്പോൾ ഇത് വീട് തന്നെയാണേ, ആരോ താമസിക്കുന്നതാണ്, വേറൊന്നും അല്ലാന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ നോക്കിയേ, അവിടെയും കുറേ വീടുകളൊക്കെ നമുക്ക് കാണാൻ പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോയിട്ടെ അവിടെ മുകളിൽ നിന്ന് ചെക്ക് ഡാമില്ലേ അതൊന്ന് കണ്ടിട്ട് വരാവേ. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, നല്ല മേഖല. ഇവിടെ മുകളിൽ കൂടെ ഒരു വഴി ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു കേട്ടോ, ഈ തേയിലക്കാട്ടിൽ കൂടെ. ഇപ്പോൾ ചെക്ക് ഡാമിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നേ. ഇതുണ്ടോ ചെക്ക് ഡാം, നമ്മൾ മുകളിൽ നിന്ന് കണ്ട ചെക്ക് ഡാം അല്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാൻ. ഇത് പ്രൈവറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ആ മൂല നിന്നിട്ടായി ചെക്ക് ഡാം ഇങ്ങോട്ട് കണ്ടതേ. അവിടെ ആ പുതിയ തേയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു മൊട്ടക്കുന്നുണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. പിന്നെ അതുപോലെ തന്നെ ഈ റോഡുണ്ടല്ലോ, ഇത് KCBയുടെ റോഡാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ തുരങ്കത്തിലേക്ക് ഉളുപ്പൂളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് ചാടിക്കാനുള്ളൊരു വഴി അപ്പുറത്തുണ്ടേ, അങ്ങോട്ടുള്ള റോഡാണ് ഇത്. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേയധികം വീടുകളും ഹോം സ്റ്റേയും റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു റൗണ്ടിങ് കാഴ്ച കാണാം കേട്ടോ. അതുകൊണ്ടോ അക്കരെ നമ്മൾ ആ വന്ന വഴിയും ആ ഒരു മൊട്ടക്കുന്ന് അവർ ഇടയ്ക്ക് ഇവിടെ റോഡൊക്കെ ഇട്ട് തേയിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ നമ്മുടെ വാഗമണിലെ ഒറിജിനൽ മൊട്ടക്കുന്ന് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അവിടെ എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ അക്കരെ നിൽപ്പുണ്ട്. ഇനി വല്ല കാട്ടുമൃഗങ്ങളും ആണോ എന്ന് അറിയത്തില്ല, ആ ഒരു പോയിന്റ് നിൽപ്പുണ്ടൊരെണ്ണം. ഇതോ അങ്ങോട്ട് നോക്കിയാൽ മഞ്ഞിങ്ങനെ കയറി വരുവാണേ. ഈ വഴി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇതിൻ്റെ ഒരു വലത് സൈഡ് ഭാഗത്തേക്ക് വട്ടപ്പതാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മൾ പണ്ടൊരിക്കൽ പോയില്ലായിരുന്നു, കുറേ നല്ല ഈ മുട്ട പോലെയുള്ള കുറച്ച് ഹോം സ്റ്റേ ഒക്കെ കണ്ടേ. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇവിടെ ആൾ താമസമൊന്നുമില്ല, ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇനി വല്ല ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് പണിയൊന്നും ആയിരിക്കും ചിലപ്പോൾ. ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് നല്ല ഒരു തേയിലത്തോട്ടം. അതങ്ങ് കുറേ മേഖലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെക്കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകാനായിട്ട്.
ഇവിടെ ഒന്ന് നോക്കി ഒരു മുട്ടക്കുന്ന് നിൽക്കുന്നുണ്ടോ, അതേ കൂടെ ഇങ്ങനെ തേയിലച്ചെടികൾ വെച്ചിങ്ങനെ പിടിപ്പിച്ചേക്കുവാണേ. ഇടുക്കിയുടെയും വയനാടിൻ്റെയൊക്കെ ഒരു ലാൻഡ്മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ തേയിലച്ചെടികളൊക്കെ. ഇവിടുത്തെ വഴി നോക്കി, വഴിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് KSEBയുടെ റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു വഴിയാണ് ഇത്. ഈ തേയിലച്ചെടിക്കുള്ളിലേക്ക് പോകുന്ന വഴി. ഇവിടെ ഒരു പേര നിൽക്കുന്നുണ്ടോ, ഇതിൽ പേരയ്ക്ക ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ പേരയ്ക്കൊന്നും പറിച്ച് അങ്ങനെ തിന്നാൻ പറ്റത്തില്ല. പഴുത്ത പേരയ്ക്കൊക്കെ ഉണ്ട്. അതിൽ ഈ വവ്വാലിൻ്റെ ആക്രമണമൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവിടെയും ഒരു വീട് ഇരിക്കുന്ന കാണാം. ആ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പൂച്ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുവാണ്. നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വഴി അതാ കാണുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് എന്തോ കാഴ്ച ഉണ്ടോ നോക്കാം. ഓ, അതുകൊണ്ടോ അവിടെ വലിയൊരു കെട്ടിടങ്ങളൊക്കെ താഴെ കാണുന്നുണ്ട്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡേ വരില്ലേ, വളകോട് വഴിക്ക് വരുമ്പോൾ കാണുന്നതാണ്. അതെ, അതിലേ വന്നിങ്ങനെ. അപ്പോൾ ഈ ഇതിൻ്റെ അങ്ങേ സൈഡ് വട്ടപ്പതാലാന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. വട്ടപ്പതാൽ അങ്ങനെ അങ്ങോട്ട് ആ വഴിക്കാണ് കിടക്കുന്നത്. ഇങ്ങനെ താഴോട്ട് പോകുന്ന ആ വഴി, അതിൻ്റെ താഴെ എവിടെയാണ് ഒരു തുരങ്കം ഉണ്ടെന്ന് പറഞ്ഞത്. ഉളുപ്പൂണിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ചാടിച്ച് നമ്മുടെ പെരിയാറ്റിലോട്ട് എത്തിക്കുന്നു. നമ്മൾ മുകളിൽ നിന്ന് കണ്ടില്ലേ, ആ താഴെ കാണുന്നുണ്ട്, അതൊരു റിസോർട്ടാണ് കേട്ടോ. മുകളിൽ നിന്ന് കണ്ടപ്പോൾ കറക്റ്റായിട്ടില്ല. അങ്ങോട്ടുള്ളൊരു വഴിയാണ് ഈ താഴെ കൂടെ ഇങ്ങനെ വെട്ടിട്ടേക്കുന്നുണ്ടോ. ഇതിലേ ഒരു റോഡ് അങ്ങനെ പോകുന്നുണ്ട്. അത് ആ റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. എവിടേക്കല്ലേ ആൾക്കാർ കൊണ്ട് റിസോർട്ട് വെച്ചിരിക്കുന്നത്. ഇതാ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ആ തേയിലത്തോട്ടമൊക്കെ കണ്ടതിന് ഭംഗിയുള്ള കാഴ്ച. ഈ ചെരുവിനിങ്ങനെയാണ് എന്ത് ഭംഗിയെന്ന് നോക്കി. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് വഴി തിരിഞ്ഞു കേട്ടോ. താഴത്തെ റിസോർട്ടിലേക്കുള്ള വഴിയാണ് ആ വലത്തോട്ട് കിടക്കുന്നത്. നമുക്ക് ഈ ഇടത്തോട്ട് കയറി പോകാം. ഇവിടെ കുറച്ച് നല്ല ടാറിങ് വഴിയൊക്കെ കാണുന്നുണ്ട്. മുകളിൽ ചെന്നാൽ അറിയാം എങ്ങനെയാണോ. ഇതുകൊണ്ടോ നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതേപോലെ ആരുടെങ്കിലൊക്കെ പറമ്പായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ കയറുന്നത് ശരിയല്ലോ. നമുക്കിതാ ഈ വഴിക്ക് വേണം പോകാനായിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് നല്ല കാഴ്ചകൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് പനിനീർച്ചാമ്പയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇത് ചില മേഖല ഇത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണ് കേട്ടോ നമുക്ക് ശരിയായ രീതിയിലൊരു കാഴ്ച കിട്ടിയത്. നമ്മൾ ആ കയറി വരുന്ന വഴിക്കൊരു വീട് കണ്ടില്ലായിരുന്നു. ആ വീടൊക്കെ നോക്കി ദൂരത്തിൽ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. അവിടെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന ആണെന്ന് തോന്നുന്നു കേട്ടോ. അക്കരത്തെ ആ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയുണ്ടോ, അതുപോലെ മൊട്ടക്കുന്നുകളും. വാഗമണിലെ മൊട്ടക്കുന്നാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച. ഉച്ച കഴിഞ്ഞ് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങേ സൈഡിൽ നല്ല രീതിയിൽ മഞ്ഞ് കയറി വരുന്നുണ്ടേ. ഇതാ ഇവിടെയൊക്കെ ഇതാ റിസോർട്ടുകളൊക്കെ കണ്ടോ. ഇങ്ങോട്ടൊക്കെ ഉള്ള വഴിയാണിത്. ഇവിടെ ഈ താഴത്തെ തേയിലച്ചെടികളുടെ താഴ്വാരത്തിലെ സൈഡിൽ കൂടെ കുറേ മരം ഇങ്ങനെ കണ്ടോ. പൊക്കം കുറഞ്ഞ മരങ്ങളാണേ. അത് കാണാനൊരു ഭംഗിയില്ലേ. ഈ റിസോർട്ടിൻ്റെ ഒക്കെ താഴെ കൂടെ ഇതുണ്ടോ, താഴോട്ട് വഴി കിടപ്പുണ്ടേ. ഇത് എവിടെ വരെ പോകുന്നെന്ന് അറിയത്തില്ല. നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വഴി ഇവിടം കൊണ്ട് തീർന്നു കേട്ടോ. ഇതവിടെയൊക്കെ നോക്കി മുകളിലൊക്കെ കോട്ടേജുകളും നല്ല തേയിലത്തോട്ടങ്ങളും അതിന് നടുക്കായി കോട്ടേജൊക്കെ ഇരിക്കുന്ന കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ. അങ്ങോട്ടല്ലേ അത് വഴി ഇവിടെ കൊണ്ട് തീർന്നിട്ട് ഇവിടെ ഒരു കോട്ടേജൊക്കെ ഉണ്ട്. അവിടെ വരെ ഉള്ളത് തോന്നുന്നു. ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും മടുത്തു കേട്ടോ. നല്ല ചെറിയ വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ, പേരമരം, ഒത്തിരി ഭംഗിയുള്ള സ്ഥലം കേട്ടോ. തേയിലയുടെ പൂവും കായും ഒക്കെ കണ്ടിട്ടുണ്ടോ. ഇതാണ് കേട്ടോ. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ വെള്ളം ഇട്ട് കുടിച്ചിട്ടുണ്ട്. തേയിലച്ചെടി ഇങ്ങനെ പൂത്തു വയ്ക്കുന്നു. ഇത് ഒത്തിരി വളർന്നു കഴിയുമ്പോൾ ഇങ്ങനെ വരുവേ. അത് നമ്മൾ തോട്ടങ്ങളിൽ ഈ ചപ്പ് ഇങ്ങനെ നുള്ളി എടുക്കുന്നത് കൊണ്ടാണ് ഒരുപാട് വളരാത്തത്. ഇതിൻ്റെ പൂ കേട്ടോ. ഇത് ഇവിടെ ഒരു കായുണ്ട്. ഇതിൽ കുറേ ചെറിയ കായകളൊക്കെ ഇതാ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ മൗണ്ട് ടാസ് എന്ന് പറഞ്ഞ റിസോർട്ടൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേരൊക്കെ കണ്ടില്ലായിരുന്നു. ആ റിസോർട്ടാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇത് കാണാൻ എന്നെ ഭംഗിയാന്ന് നോക്കി. നല്ല ആ ഒരു സ്ഥലത്താണ് അത് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ അങ്ങോട്ട് ഈ വഴി കയറിപ്പോയപ്പോഴേ ഇവിടുത്തെ ഒരു കാഴ്ച എടുക്കാതെയാണ് പോയത് കേട്ടോ.
കാരണം വെച്ചാൽ ഇവിടെ ഇത്ര ഇച്ചിരി കുത്തിറക്കവും വളവും ചെരുവും ഒക്കെ ആയതുകൊണ്ട് വണ്ടി ഇവിടെ ഒന്ന് സൈഡാക്കി വെക്കാനുള്ളൊരു ക്യാപ്പ് കിട്ടിയില്ല. ഈ താഴ്വാരത്തും കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. ചെറിയ തേയിലത്തോട്ടവും കൊച്ചു മരങ്ങളും. പിന്നെ അക്കരോട്ട് നോക്കിയേ, അതാണ് അതിൽ ആ റോഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എങ്ങോട്ട് പോകാൻ റോഡ് വെട്ടിയതാണോ? ഈ താഴ്വാര കാഴ്ചയൊക്കെ മനോഹരമായ ഒരു കാഴ്ചയല്ലേ. ഇതൊക്കെയാണ് ശരിക്കും കാണേണ്ടത്. ആ മൊട്ടക്കുന്ന് മറച്ചും ചിലപ്പോൾ അവിടെയൊക്കെ ഈ ചെറിയ മേട്ടുക്കുറിഞ്ഞിയൊക്കെ പൂക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിന് മുകളിൽ കണ്ടോ തേയിലത്തോട്ടമാണ്. ഈ താഴോട്ടും തേയിലത്തോട്ടം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ റോഡ് വെട്ടിയിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഓ, എന്നാ ഒരു അടിപൊളി കാഴ്ച. താഴോട്ടം നോക്കി. ഇവിടെ വാഗമണ്ണിൽ ഇതുപോലുള്ള മനോഹരമായ ഒരുപാട് കാഴ്ചയുണ്ട്. അവിടെ ഒരു പാറക്കെട്ടുണ്ട്, അങ്ങോട്ട് താഴോട്ടൊരു ചെരുവാണ്. അതുകൊണ്ട് അവിടെ റിസോർട്ടിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. ഒരു നിലയുടെ മുകളിൽ ഒരു നില പണിതുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ മൊട്ടക്കുന്നുകൾ കാണാൻ കൂടുതൽ ഭംഗിയല്ലേ. നമ്മളപ്പുറത്തെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ റോഡുണ്ട്, അതിലെയാണ് അങ്ങോട്ട് പോയത് കേട്ടോ. നോക്കി എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നോക്കി. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് മൊത്തത്തിൽ അവധിയാന്ന് തോന്നുന്നു കേട്ടോ. ശനി ഞായറും ഒക്കെ ഗസ്റ്റുകളൊക്കെ വന്ന് പോയതുകൊണ്ടേ ഇന്ന് ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് ഇവിടെ തുറന്നു വെച്ചാലും വലിയ മെച്ചമൊന്നുമില്ല. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള വഴിയാണ് നമ്മുടെ ഉപ്പുപാറ ഭാഗത്തേക്കുള്ളത്. നേരെ ആ വലത്തോട്ട് പോകുന്ന വഴി പാലൊഴുകുംപാറയൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് ആ റൂട്ടിലൊന്ന് പോയി നോക്കാം. അതിലെ പോയ പൈൻവാലി, പാലൊഴുകുംപാറ, ഒരുപാട് കാഴ്ചകൾ കിട്ടും. ഇത് നമ്മൾ പൈൻവാലിയിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ. പൈൻവാലി, പാലൊഴുകുംപാറ, വെള്ളച്ചാട്ടം, അതൊക്കെ ഈ വഴിക്കാണ്. ആ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഭദ്രകാളി ക്ഷേത്രം. നമ്മളപ്പുറത്തെ വാഗമൺ ഉപ്പുപാറ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് റിസോർട്ടുകളൊക്കെ കാണത്തില്ലേ. ആ റിസോർട്ടുകൾ കൂടുതലുള്ള ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നൊരു റോഡാണിത് കേട്ടോ. ഇതിൻ്റെ താഴെ കണ്ടോ റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ വടാട്ടുപാറ വ്യൂ പോയിൻ്റ്, പൈൻവാലി, ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. പൈൻവാലി കിടക്കുന്നുണ്ട് എൻ്റെ ഏരിയയിലാണ്. പിന്നെ നല്ല പച്ചപ്പട്ട് പുല്ല് ഇതുണ്ട്. ഇവിടെ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ മുകളിലിരിക്കുന്നുണ്ടോ നല്ലൊരു കോട്ടേജ്. ദൂരെ നിന്നൊക്കെ കാണാൻ അടിപൊളിയാണ്. ഈ മൗണ്ടൻ്റെ മുകളിലായിക്കൊണ്ടേ ഇവിടെയൊക്കെ രാവിലെയൊക്കെ നല്ല കാഴ്ചകൾ കിട്ടും കേട്ടോ. ചുറ്റുപാട് നല്ല മഞ്ഞൊക്കെ നിറഞ്ഞ് ഇതൊരു വേറെ വൈബ് കാഴ്ചയാണ്. ഇവിടെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് വരാൻ പറ്റുവാണെങ്കിൽ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഈ റോഡൊക്കെ ഇങ്ങനെ വെട്ടി ഇറങ്ങിയേക്കുന്നുണ്ട്. മലയൊക്കെ രണ്ട് സൈഡ് വെട്ടി മാറ്റി നടുക്കൂടെ നമ്മൾ ആ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പൈൻവാലി ജംഗ്ഷനിൽ വന്നേ. പൈൻവാലി ജംഗ്ഷനിൽ ഒരു പാലമുണ്ട്. ഇതിന് താഴെ ഒരു പുഴയുണ്ട്. വെള്ളം ഒഴുകുന്നുണ്ടോ പുഴ? ഇപ്പം വെള്ളം കുറവാട്ടോ. നല്ലപോലെ മഴക്കാലത്ത് വെള്ളമൊക്കെ കയറിയായിരുന്നേ. ഇവിടെ പൈൻവാലി കൂടെ ഒഴുകി വരുന്നൊരു പുഴയായിരുന്നു. താഴോട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പുഴയിലൊക്കെ വെള്ളമുള്ള സമയത്ത് പുഴയിൽ ഇറങ്ങുന്നതൊക്കെ അപകടമാണ്. ആ പുഴ താഴോട്ട് ഒഴുകുന്നൊരു കാഴ്ച കാണണോ കേട്ടോ. എത്ര മനോഹരമായൊരു വെള്ളച്ചാട്ടമാണെന്ന് നോക്കി. താഴെ ഒന്ന് നോക്കുവാണെങ്കിൽ ആ വെള്ളം താഴോട്ട് ചാടുന്നത് ശരിക്കും കാണാം. പക്ഷെ താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു വഴിയൊന്നുമില്ല. മുകളിൽ നിന്ന് ആ പാലത്തിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ. എന്നിട്ട് വന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ നിരന്ന് വന്നിട്ട് ആ സൈഡിൽ കൂടെ പിന്നെ ഈ സൈഡിൽ കൂടെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നത്.
ഒത്തിരി ആൾക്കാർ ഇവിടെയൊക്കെ ഇറങ്ങി വന്ന് കുളിക്കും കേട്ടോ. വലിയ വെള്ളമുള്ളപ്പോൾ ഈ പുഴയിലൊന്നും ഇറങ്ങി കുളിക്കാനൊന്നും നിൽക്കരുതേ, ഭയങ്കര അപകടമായിരിക്കും. മുകളിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സൈഡിൽ ഇച്ചിരി നല്ല രീതിയിൽ ചാടുന്ന വെള്ളം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് ഇവിടുന്ന് കാണത്തില്ല, അപ്പുറത്തെ സൈഡിൽ കൂടെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അത് ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, അതുകൊണ്ട് ആ പണിക്ക് പോകുന്നില്ല. പാലൊഴുകുംപാറയെന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഈ പാലത്തിനടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ട് വരുന്നത് നല്ല ഭംഗിയല്ല അത് കാണാനായിട്ട്. അത് കേട്ടോ, അത് നമ്മുടെ പൈൻ വാലി കൂടെ കൂടി ഇങ്ങനെ ഒഴുകി താഴോട്ട് അങ്ങനെ ഒഴുകി ഒരു വാട്ടർഫാൾസ് ആയിട്ട് മാറി പോവുകയാണ് കേട്ടോ. നമുക്കിനി പൈൻ വാലിക്കുള്ളിലേക്ക് പോയാലോ, അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാം. ഈ പുഴയെ ഒഴുകി വരുന്നൊരു കാഴ്ച കാണാം. നമ്മൾ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നില്ല, അതൊത്തിരി ഡിസ്റ്റൻസിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വലിയൊരു രസമൊന്നുമില്ല. മാത്രമല്ല അങ്ങോട്ട് റോഡ് ഭയങ്കര മോശമാണ്. അല്ല, ഈയിടെ മഴയെല്ലാം പെയ്ത് ഒരുപാട് ഓഫ് റോഡായിട്ട് കിടക്കുവാണേ. സ്കൂട്ടറിൻ്റെ ടയറെല്ലാം ഈയിടെ ഞാൻ മാറേ ഉള്ളൂ, പെട്ടെന്ന് ടയർ മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ കണ്ടുള്ള കാഴ്ച കാണാം. ഇത് പൈൻ വാലിയിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ കുറേയധികം വീടുകളും ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. താഴെ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ടായി. ഇന്ന് പാർക്കിങ്ങിൽ ഒരുവിധം വണ്ടി ഉണ്ടല്ലോ. പൈൻ വാലി എൻട്രൻസ്. ശരിക്കും ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ പൈൻ വാലിയൊക്കെ കാണാനൊരു ഭംഗി കേട്ടോ. പൈൻ മരങ്ങൾ നിൽക്കുന്നുണ്ടോ. പൈൻ്റെ ഇല വീണിട്ട് ഇവിടെയൊക്കെ ഒരു വഴിയൊക്കെ ഒരു നല്ല പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മാത്രമല്ല ഈ സൂര്യപ്രകാശം ഇങ്ങനെ പല പല ഒരു പീസായിട്ട് വന്ന് ഇങ്ങോട്ട് വീഴുന്ന പോലെ നമുക്ക് തോന്നുവേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ ഒരു നല്ലൊരു വഴിയായിട്ട് അങ്ങനെ കിടക്കുന്നത്. പിന്നെ പൈൻ്റെയൊക്കെ ഈ വേരിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ. ഇത് നമുക്ക് കൊടൈക്കനാലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് പൈൻ്റെ അല്ല, വേറൊരു മരത്തിൻ്റെ വേരാണ് ഇങ്ങനെ ചുറ്റിപ്പടന്ന് കിടക്കുന്നതാണ്. ഈ പൈൻ മരത്തൊക്കെ നല്ല ഹൈറ്റാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഇതിനകത്ത് വന്നാൽ, തോട്ടപ്പുഴു ഉണ്ടാവുമേ. ഇപ്പോൾ തോട്ടപ്പുഴുവിൻ്റെ ഒരു സീസണാണ് ഇവിടെയൊക്കെ. ഇനി താഴേക്ക് നോക്കി, ഇങ്ങനെ താഴെ പുഴ ഒഴുകുന്നുണ്ട്. ഈ പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ ഒരു നല്ലൊരു മേഖലയുണ്ട് മുകളിലോട്ട് കേട്ടോ. നമുക്ക് മുകളിൽ കൂടെ ഇതിൻ്റെ എൻട്രൻസ് ഉള്ളതാണ്. നമ്മൾ താഴെക്കൂടെ കയറിയത്. ഈ താഴെക്കൂടെ വരുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ നടക്കാനുള്ളൊരു ഇതൊക്കെ കിട്ടുന്നത് ഇവിടെ. ഈ ചപ്പൊക്കെ ഇങ്ങനെ കുത്തി ഉരുട്ടി വെച്ചിരിക്കുന്നതുണ്ടോ. ഇതെന്നാന്ന് അറിയാം, ഇവിടെ പന്നിയുണ്ടേ. പന്നി രാത്രിയിൽ ഇറങ്ങി വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. പിന്നെ മോളിൽ നിന്ന് നല്ല രീതിയിൽ മഴ ഇങ്ങനെ പെയ്തിട്ട് വെള്ളം ഒഴുകി വരാറുണ്ടേ. ഇത് രണ്ടിലേതോ ഒരു സംഭവമാണ്. ഒന്നെങ്കിൽ പന്നിയായിരിക്കും, അല്ലെങ്കിൽ വെള്ളം ഒഴുകി വരുന്നതായിരിക്കും. ആ കാടുള്ള സ്ഥലത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ അട്ട നമ്മളെ ആക്രമിക്കും, തോട്ടപ്പുഴു. അപ്പോൾ നമ്മുടെ ചോര കുടിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ വലുതായിട്ട് കാട്ടിൽ കയറാതെ താഴോട്ടിറങ്ങി ഈ പുഴയുടെ കാഴ്ചയും കൂടെ കണ്ടിട്ട് വരാം. ഇവിടുത്തെ പുഴ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമുക്ക് ആ പുഴയൊന്ന് കണ്ടുവരാം. പുഴയിലൊക്കെ ഒത്തിരി ആൾക്കാർ കാണും. താഴെയൊക്കെ ഒത്തിരി വാഹനങ്ങളൊക്കെ കിടക്കുന്ന കണ്ടായിരുന്നു. ആ ആൾക്കാരെല്ലാം ഈ പൈൻകാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. ഈ പൈൻ മരം പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നൊരു മരമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആദ്യം എപ്പോഴും ഒടിഞ്ഞു വീണ, പിന്നെ ഇപ്രാവശ്യം ഒടിഞ്ഞിരിക്കുന്ന മരമാണ് ഇത്. നമ്മുടെ കറൻസിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരവും കൂടെയാണ്. ഇതിൻ്റെ വളുപ്പൊക്കെ എടുത്തിട്ടാണ് കറൻസി ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടാൽ. അങ്ങനെ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ കേട്ടോ. ഇവിടേക്ക് നമുക്ക് വരാനായിട്ട് 10 രൂപ ഫീസേ ഉള്ളൂ കേട്ടോ. മുകളിലൊക്കെ നമ്മൾ ഫീസ് എടുത്താലും അവിടുന്ന് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെയുണ്ട്. ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നതിന് വേറെ പൈസ കൊടുക്കണം. ഇതുണ്ട്, ഏതോ കാലത്ത് ഒടിഞ്ഞു വീണൊരു
പൈൻ്റെ മരമാണിത്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇതൊരു ഫോട്ടോ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണേ. ഇവിടെ ഒരു നിരന്ന പാറയൊക്കെ കാണാം. അങ്ങോട്ടെല്ലാം പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ദൂരെ ഒന്ന് കാണുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചെറിയ പുഴ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ 2 പുഴകൾ കൂടി വരുന്നൊരു സംഗമമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിവിടെ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നേ. 2019-18 വെള്ളപ്പൊക്കത്തിൽ ഈ പാലമൊക്കെ ഒലിച്ചു പോയേ. പാലൊഴുകും പാറയെന്ന് വരുന്ന ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടെ. എന്താ ഒരു ഭംഗിയല്ലേ വെള്ളം ഇങ്ങനെ തോട്ടുകൂടെ ഒഴുകുന്ന കാണാനായിട്ട്. പുഴയുടെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ഇവിടെ കിടന്ന ആ തൂണാണ് ആ പറിച്ച് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് മഴയത് കേട്ടോ. അത്ര ശക്തമായിട്ട് ഇതിലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് വെള്ളം വന്ന് ഇങ്ങോട്ടെല്ലാം മുകളിലോട്ടെല്ലാം ഒരുപാട് കയറിയായിരുന്നു. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മരം കണ്ടോ, ഇത് കാണാനൊരു ഭംഗിയുണ്ടല്ലേ, വളഞ്ഞു തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. ഈ പുഴയുടെ തീരത്തും കൂടെ ആയതുകൊണ്ടേ. ഇവിടെ പാലൊഴുകും പാറയല്ല, ഈ പുഴ എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയല്ല കാണാൻ. ഇതിൻ്റെ ഒരു മുകളിലത്തെ ഒരു ഭാഗത്താണ് നമ്മൾ വന്നത് കേട്ടോ. കുറച്ചുകൂടെ താഴോട്ട് പോകാം. താഴോട്ട് ഇച്ചിരൂടെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ. ആ പുഴ ഇങ്ങനെ ഒഴുകുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ താഴേക്ക് പോകാം. അവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്കിനി അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പകർത്തിയിട്ട് വരാം. ഇപ്പം നമ്മൾ വന്ന വഴിക്കൂടെ തന്നെ ഈ മരമൊക്കെ ചാടിക്കടന്ന് അപ്പുറത്തോട്ട് പോകാം. ഇവിടെ നല്ല ഈ പുഴ ഒഴുകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഭംഗിയാണ്. എന്താ പറയുക, കണ്ട് മനസ്സിലാക്കാമെന്ന് ഞാൻ പറയുള്ളൂ. പ്രകൃതി ഇവിടെയൊക്കെ ഒരുപാട് വികൃതികൾ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. പ്രകൃതിയുടെ വികൃതി അപാരമാണ്. അവൻ ചിലപ്പോൾ നമ്മളോട് ചിരിച്ചു കാണിക്കും, ചിലപ്പോൾ കരഞ്ഞു കാണിക്കും, ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ പുഴയുടെ കാഴ്ച നമ്മൾ നേരത്തെ കണ്ട ആ പുൽമേടിൻ്റെ കാഴ്ചയൊക്കെ ഒരുപാട് മനോഹരമാണ് കേട്ടോ. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാനന ചോലയായിട്ട് അതിങ്ങനെ ഒഴുകി വരുന്നത്. ഇപ്പോൾ ഒരു മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു മരം കണ്ടോ, എല്ലാ മരവും നേരെ നിന്നപ്പോൾ ഇതൊരെണ്ണം വളഞ്ഞു തിരിച്ചു പോയി കേട്ടോ. കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിലോട്ട് പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരല്ലേ. ഇവിടെ വേണേൽ നമുക്ക് പുഴയിലൊന്ന് ഇറങ്ങാം കേട്ടോ. ഇപ്പൊ വലിയ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. നല്ല മനോഹരമായൊരു കാഴ്ചയല്ലേ. ഇതൊക്കെ പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതിനകത്തൊന്നും ഒരു കൃത്രിമമില്ല, തട്ടിപ്പൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. ഈ വെള്ളമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരുന്ന ആ ഒരു, ഇവിടെ കുറെ കല്ലുണ്ട് കേട്ടോ. ഈ പുഴയിൽ കല്ലുള്ള പുഴയാണ്, മണലല്ല. കുറച്ച് താഴെ ചെന്ന് കഴിയുമ്പോൾ മണൽ മാത്രമായിട്ട് കല്ല് ഒഴിവായി നിൽക്കും നമുക്ക് കാണാൻ പറ്റും. ഈ പുഴയുടെ കാഴ്ചയിൽ നിന്നും മാറിപ്പോകാനായിട്ട് ഒരു മനസ്സ് വരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ വഴിക്ക് പോവാവേ. ഇവിടെയൊക്കെ ഒരു തിണ്ടാണ്. ഈ തിണ്ട കൂടെയൊക്കെ ആൾക്കാർ നടക്കുന്നത്. സർക്കാരിൻ്റെ ജെണ്ടയൊക്കെ ഇരിക്കുന്നുണ്ടോ, ജെണ്ടയ്ക്ക് ഒരു തുളയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുവല്ലോ ഉണ്ടോ? ഒന്നുമില്ലല്ലേ. വല്ല പാമ്പൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കുമായിരുന്നു. പൈനിങ്ങനെ ലോങ്ങിൽ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. എന്തുമാത്രം മരങ്ങളാണ് നിൽക്കുന്നത് നോക്കി. ഇതൊരു 50 വർഷമൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മരം അത്രയൊക്കെ പ്രായം നിൽക്കുമെന്ന് തോന്നുന്നു. കുറഞ്ഞ 25 വർഷമെങ്കിലും നിൽക്കാതിരിക്കല. അപ്പം നമുക്കിനി മുന്നോട്ട് പോവാം. നല്ല ഇറക്കമുള്ള സ്ഥലത്ത് ഈ പൈൻ്റെ ഇലയെ ചവിട്ടിയാൽ തെന്നി വീഴുവേ. ഇവിടെ വന്നപ്പം ആ പച്ചിലകളുടെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ നിറം മാറി. ശരിയായ ഒരു പച്ച വെള്ളമായല്ലേ.
ഇവിടെയും ആ ഒരു മരം നിൽക്കുന്നുണ്ട്. അതൊരു നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, ഇങ്ങനെ വളഞ്ഞ് പുഴയിലേക്ക്. പിള്ളേരൊക്കെ വന്ന് അതിൻ്റെ മണ്ടയിലൊക്കെ കയറി കേട്ടോ. ഇവിടെ വന്നപ്പോൾ വെള്ളം ശാന്തമായി, വലിയ ഒഴുക്കൊന്നുമില്ലല്ലോ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ അടിവശം നമുക്ക് ഇവിടുന്ന് കാണാമല്ലോ കേട്ടോ. നല്ലപോലെ തെളിഞ്ഞിരിക്കുന്ന വെള്ളമായിട്ട് ഇതിൻ്റെ അടി കാണാം നമുക്ക്. ഇവിടെ പന്നി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പന്നി കുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കുറേയൊക്കെ പന്നി കുത്തിയിട്ടാണ്. മഴയത്ത് വെള്ളം ഒഴുകിയത് മാത്രമൊന്നുമല്ല. ഇവിടെ നമ്മൾ കയറി വന്നിടത്തും കണ്ടായിരുന്നു ഔഷധ സസ്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇത് എരുമേലി റേഞ്ചിലും ഒക്കെ ഉള്ളതാണെന്ന് പറയുന്നു. പിന്നെ കോട്ടയം ഡിവിഷൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴയിൽ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് കാണാം. അങ്ങോട്ട് കൂടുതൽ ഇറങ്ങത്തില്ല, ഇവിടെ എല്ലാം ചെളിയാണ് കേട്ടോ. ചവിട്ടിയാൽ താന്നു പോവേ. ഇതിലെയാണ് ആ വെള്ളം അങ്ങോട്ട് ഒഴുകി ആ പാലത്തിൻ്റെ കീഴെ കൂടെ ഒരു വാട്ടർഫാളായിട്ട് ഒഴുകി പോകുന്നു കേട്ടോ. കണ്ടോ ഇവിടുത്തെ ഒരു കാഴ്ച നോക്കിയേ, ഇത്ര മനോഹരമാണെന്ന്. ഇവിടെയൊക്കെ നിരവധി ആൾക്കാർ വരുന്നതാണ്. ഇപ്പോൾ പിന്നെ ആ വയനാട്ടിലെ ദുരന്തമൊക്കെ നടന്നുകൊണ്ടാണ് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തത്. അല്ലെ എപ്പോൾ വന്നാലും ഇവിടെയൊക്കെ നല്ലപോലെ ആളുള്ള. നമ്മുടെ ആ എൻട്രൻസിൻ്റെ അവിടുന്ന് ഒരു ചെറിയ കൈത്തോട് ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറേ അധികം മണലുകളാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. മണൽ നല്ല രീതിയിൽ ഇപ്പം കേരളത്തിലെ എല്ലാ പുഴകളിലും ഇഷ്ടംപോലെ മണലടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കുറച്ച് വരുമ്പോൾ തന്നെ വെള്ളപ്പൊക്കം ആയി മാറുകയാണ്, മണൽ കൂടുതലായിട്ട് കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്കിനി മെല്ലെ ഇതിന് പുറത്തേക്ക് പോകാം അല്ലേ. ഇവിടെയൊക്കെ നല്ലപോലെ മഴ പെയ്തപ്പം ഈ പ്രാവശ്യം നല്ലപോലെ മഴ പെയ്തപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ മഴയത്ത് ചപ്പിച്ചവറെല്ലാം കൂടെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ മരമൊക്കെ 2019 വെള്ളപ്പൊക്കത്തിൽ വന്ന് കിടക്കുന്നതാണ്. ഇവിടം വരെ വന്ന് ബ്ലോക്കായി കിടക്കുക. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോവാം. ഇപ്പം നമ്മൾ വില വണ്ടി വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തോട്ട് വന്നേ. ഇവിടെ ഒരു ഹോം സ്റ്റേ ഹോട്ടലും കൂടെ ഉണ്ടേ. അമ്മ ഹോട്ടലാണ്. ഇവിടെ നല്ല ഭക്ഷണമൊക്കെ കിട്ടും. ഞാനിതുവരെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളവിടെ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അമ്മ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം കേട്ടോ. ഇവിടെ പിന്നെയും ചെറുകിട കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നിർത്തിപ്പോയി തോന്നുന്നു. അതൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ നല്ല ആവി പറക്കുന്ന ചോറ് ചേട്ടൻ കൊണ്ട് തന്നു. ഇതാ കറിയായിട്ട് വരും. എന്നാക്കെ കറിയുള്ള സാമ്പാർ ഒഴിച്ച് വെച്ചിട്ട്, സാമ്പാർ, തോരൻ, കിച്ചടി, അച്ചാറൊക്കെ ഉണ്ട്. അമ്മ ഹോട്ടലിലെ അമ്മ ഇതാ കേട്ടോ. മീനെന്നാ മത്തിയാണോ? മത്തിയുള്ളല്ലേ? മത്തിയും കൊഴുവയാണ് കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര തിരക്കിലാണ്. ഞാൻ ചെറിയതായിട്ട് മത്തി മേടിച്ചു കേട്ടോ. പിന്നെ ചോറും. ഇവിടെ ഉച്ചക്കൊക്കെ നല്ല തിരക്ക് ഓർഡറൊക്കെ ഉണ്ടാവും, കാരണം വർത്താനം പറയാൻ നേരമില്ല. ഇവിടെ നല്ലൊരു ചെറിയ കൃഷിത്തോട്ടം കൂടെയാണ് കേട്ടോ. കാപ്പിയും കൊടിയൊക്കെയാണ്. കൊടിയൊക്കെ കായ്ച്ചു വരുന്നു, തിരിയിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് മൂത്ത് വരും. ഈ തോട്ടം ആരുടെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ നേരത്തെ അക്കരെ ആ മലയിൽ കൂടെ പോയില്ലേ, ആ പോയ ഭാഗമാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു റിസോർട്ട്, നമ്മൾ ആ സൈഡിൽ നിന്ന് കണ്ട ഒരു റിസോർട്ടാണ് അത്. അതിന് ആ ചെരുവിൽ റിസോർട്ട് ഇരിക്കുന്നുണ്ടോ, അതിന് താഴോട്ടെല്ലാം നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണ്, ചെറിയ ചെറിയ തോട്ടങ്ങളാണ്. അങ്ങനെ നമ്മൾ അങ്ങ് ദൂരെ കണ്ടോ കുറച്ച് കെട്ടിടങ്ങളിരിക്കുന്നത്, അവിടം വരെ പോയായിരുന്നേ. അപ്പോൾ നമ്മളിൻ്റെ വാഗമണിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. കാണാത്ത കാഴ്ചകളൊന്നും അല്ല, പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഭംഗിയുണ്ട് കാണാനായിട്ടേ. നല്ല പച്ചപ്പൊക്കെ ആയതുകൊണ്ട് അതാണ് ഞാൻ ഒന്നും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ചത്, കാണിക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ആ പൈൻവാലിൽ ചെന്ന പുഴയുടെ കാഴ്ചകളാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കും അതുതന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.